ഹായ് ഫ്രണ്ട്സ്, SSC ചലഞ്ചേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒലി ബോർഡ് ഫെബ്രുവരി 17-നും 18-നും കണ്ടക്ട് ചെയ്ത ലൈവ് മോക്ക് എക്സാമിന്റെ മാത്സിന്റെ 25 ക്വസ്റ്റ്യൻസ് ആൻഡ് സൊല്യൂഷൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. തന്നിരിക്കുന്ന എക്സ്പ്രഷന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക, അതാണ് ക്വസ്റ്റ്യൻ. 4x² plus 4√3x plus 3. സോ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് തന്നെ നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റും. 4x² തന്നെ നമുക്ക് പറയുമ്പോൾ നമുക്കറിയാം അത് 2x ആയിരിക്കും അല്ലെ, ആദ്യമേ വരുന്നത്. a² plus 2ab plus b² എന്നുള്ള രീതി എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് 2x ആയിരിക്കും. അപ്പൊ എല്ലാത്തിനും തന്നെ 2x കിടപ്പുണ്ട്. പിന്നെ അത് പ്ലസ് ആണല്ലോ, അപ്പൊ 2x പ്ലസ് അവസാനം 3 ആയതുകൊണ്ട് √3 സ്ക്വയർ എടുക്കുവാണെങ്കിൽ എന്തായിരിക്കും? 2x plus √3 ഹോൾ സ്ക്വയർ ആയിരിക്കും തന്നിരിക്കുന്ന ആദ്യത്തെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് എടുക്കുകയാണ് x² minus 4√3x plus 12. √3x plus 12. സോ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആദ്യം x² തന്നെയാണ്. സോ x വരും, -2ab. സോ നെക്സ്റ്റ് മൈനസ് ആയിരിക്കും. അപ്പൊ രണ്ട് പ്ലസ് എന്നുള്ള ചാൻസുകൾ രണ്ടെണ്ണം പോയി. പിന്നെ വരുന്ന ഏതാണ്? മൈനസ് ആയിരിക്കും അല്ലെ. സോ മൈനസ് എടുത്തു കഴിയുമ്പോൾ എന്താണ്? രണ്ടെണ്ണം മൈനസ് ആണ്, അപ്പൊ -2√3 ആയിരിക്കും, ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. സോ ഇതിന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. x - 2√3 multiplied with 2x plus √3. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. വർക്ക് ഡൺ ബൈ 12 men is completed in 14 days. അപ്പം 12 men 14 ഡേയ്സും കൊണ്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. അതേ വർക്ക് 20 ഡേയ്സ് കൊണ്ട് 18 വിമൻ കംപ്ലീറ്റ് ചെയ്യുന്നു. സോ നമുക്ക് അവരുടെ എഫിഷ്യൻസി എടുക്കാം. മെന്നും വുമനും തമ്മിലുള്ള എഫിഷ്യൻസി 20, 18 divided by 12 multiplied with 14. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന നോക്കുക. 6 3 ആവും, 6 2 ആവും, 10 is equal to 30 by 14 വരും, അതല്ലെങ്കിൽ 15 by 7 എന്ന് വരും, അതായത് രണ്ടുപേരുടെ എഫിഷ്യൻസി. സോ ഇത് നമുക്ക് ടോട്ടൽ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ വർക്ക് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? മെന്നിന്റെ എടുക്കുവാണെങ്കിൽ 12 into 14 into മെന്നിന്റെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ 15. ഇതാണ് ടോട്ടൽ വർക്ക്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 7 men and 3 women ഈ ഒരു പർട്ടിക്കുലർ ജോബ് പെർഫോം ചെയ്യാൻ വേണ്ടി എത്ര ഡേയ്സ് എടുക്കുമെന്നാണ്. സോ 7 men plus 3 women, 7 multiplied with 15 plus 3 multiplied with 7 ആണ് എഫിഷ്യൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. 7 multiplied with 15 എന്ന് പറയുമ്പോൾ 105 plus 21 is equal to 126. ഓക്കെ, സോ എത്ര ഡേയ്സ് എടുക്കും? ടോട്ടൽ വർക്ക് എത്രയാണ്? 12 multiplied with 14 multiplied with 15 divided by 126 എന്ന് വരും. സോ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. 6 2 6 21 7 2 7 3 3 5. സോ എത്ര വരും? 5 into 4 20. സോ 20 ഡേയ്സ് ആയിരിക്കും ആൻസർ. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. The greatest possible length from the given option that can be used to measure exactly the length. അപ്പോൾ ലെങ്ത് മീറ്ററിലും സെന്റിമീറ്ററിലും തന്നിട്ടുണ്ട്. സോ നമ്മൾ അതിനെ എല്ലാത്തിനെയും എന്ത് ചെയ്യുന്നു? സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പം ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. സോ നമുക്ക് 2 meter 9 സെന്റിമീറ്റർ എന്നുള്ളത് 209 സെന്റിമീറ്റർ എന്ന് ലഭിക്കും. നെക്സ്റ്റ് ആണെങ്കിൽ 319 സെന്റിമീറ്റർ എന്ന് ലഭിക്കും. തേർഡ് വൺ ആണെങ്കിൽ 341 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഗ്രേറ്റസ്റ്റ് പോസിബിൾ ലെങ്ത് ആണ്. അതായത് എന്ത് കണ്ടുപിടിക്കാനാണ്? ഇതിന്റെ HCF കണ്ടുപിടിക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ. ഡയറക്ട്ലി പറഞ്ഞു. നിങ്ങൾ ഓപ്ഷൻ ശ്രദ്ധിക്കുക. 5 വരത്തില്ല, കാരണം നമുക്കറിയാം 5 ഒന്നിനും ഡിവിസിബിൾ അല്ല, 5 വരത്തില്ല. നെക്സ്റ്റ് നമ്മൾ നോക്കുക 7 മൾട്ടിപ്ലൈ, ഏതെങ്കിലും നമ്പർ ആദ്യത്തെ നമ്പർ എന്ന് നോക്കുക. 7 വന്ന് നോക്കുക, 7 ആദ്യത്തെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെ. 7 2 14 ആണ്. സോറി, ആദ്യത്തേത് തന്നെ വരത്തില്ല, അപ്പൊ 7 നമുക്ക് വരത്തില്ല. നെക്സ്റ്റ് 13 നോക്കുക, 13 വന്ന് നോക്കുമ്പോൾ 7 അതും വരത്തില്ല. പിന്നെ ഉള്ള ഓപ്ഷൻ ഏതാ ഉള്ളൂ? 11 സെന്റിമീറ്റർ ആണ്. സോ 11 എന്ന് പറയുന്നതായിരിക്കും അതിന്റെ ഗ്രേറ്റസ്റ്റ് പോസിബിൾ ലെങ്ത് എന്ന് പറയുന്നത് ഓപ്ഷൻ എ. രണ്ട് മെറ്റാലിക് ബോൾസ് ഉണ്ട്, എക്സ് ആൻഡ് വൈ. അവയുടെ ഡയമീറ്റർ, അതായത് എക്സിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നതാണ് r. സോ എക്സിന്റെ റേഡിയസ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ എടുക്കുന്നു? r/2 എന്ന് എടുക്കും. r1 എന്ന് കൊടുത്തേക്കാം. അതുപോലെ വൈയുടെ ഡയമീറ്റർ എന്ന് പറയുന്നത് p ആണ്. സോ അതിന്റെ റേഡിയസ് r2 എന്ന് പറയുന്നത് എത്രയായിരിക്കും? p/2 നമ്മൾ എടുത്തു. നമ്മളോട് പറഞ്ഞിരിക്കുന്ന r/p എന്ന് പറയുന്നത് 15:7 ആണ് തന്നിട്ടുണ്ട്. r/p എന്ന് പറയുന്നത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കണ്ടുപിടിക്കേണ്ടത് റേഷ്യോ വോളിയം ഓഫ് ബോൾ x ടു ബോൾ b ആണ്. അതായത് എന്താണ് ബോളിന്റെ വോളിയം അല്ലെങ്കിൽ സ്പിയറിന്റെ വോളിയം ആണല്ലോ അല്ലെ. സോ അവയുടെ റേഷ്യോ എന്ന് പറയുന്നത്
റേഷ്യോ ഓഫ് വോളിയം എന്ന് പറഞ്ഞാൽ 4/3 പൈ ആർ ക്യൂബ് ആണ്. 4/3 പൈ കോമൺ ആണ്, ക്യാൻസൽ ആയിപ്പോൾ. സോ R1 ക്യൂബ് ബൈ R2 ക്യൂബ്. R1 ക്യൂബ് ആദ്യത്തെ റേഡിയസിന്റെ എന്ന് പറയുമ്പോൾ എത്രയാണ്? 6 നമുക്കറിയാം, 15 ക്യൂബ് ബൈ 7. അതുപോലെ R2 ക്യൂബ് വന്നാൽ എത്ര വരും? 7 ക്യൂബ് ബൈ 2. സോറി, ഇത് 7 അല്ല, 2 ആണ് കേട്ടോ. 15 ക്യൂബ് ബൈ 2 ക്യൂബ്. 2 ക്യൂബ് വരും. ഇവിടെ 7 ക്യൂബ് ബൈ 2 ക്യൂബ് എന്ന് വരും. സോ എത്ര വരും? 15 ക്യൂബ് ബൈ 7 ക്യൂബ്. 15ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3375 ഈസ് ടു 7ന്റെ ക്യൂബ് 343 ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. The value of tan 32 plus tan 81 plus tan 67. ആഡ് ചെയ്യുക. 32, 81, 67, 180. സോ എന്തായിരിക്കും ഇതിന്റെ വാല്യൂ? tan 32 plus tan 81 plus tan 67 will be equal to tan 32 multiplied with the tan 81 and tan 67. Tan 67 degree. എപ്പോഴാണ് ഇതിന്റെ സമ്മ് 180 ആവുമ്പോൾ? ആ പ്രോപ്പർട്ടി നമ്മൾ ട്രിഗണോമെട്രിയിൽ പഠിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 5x മൈനസ് 1/5x തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന 25x സ്ക്വയർ മൈനസ് 1/25x സ്ക്വയർ കണ്ടുപിടിക്കുക. ഇതെന്ന് പറയുന്നത് 5x പ്ലസ് 1/5x മൾട്ടിപ്ലൈഡ് വിത്ത് 5x മൈനസ് 1/5x ആണ്. സോ നമുക്ക് ഒരു വാല്യൂ അറിയാം, 5x മൈനസ് 1/5x അറിയാം. നമുക്ക് വേണ്ടത് ഏതാണ്? 5x പ്ലസ് 1/5x ആണ്. സോ നമുക്ക് a മൈനസ് ബിയിൽ നിന്നും a പ്ലസ് ബി എങ്ങനെയാണ് സാധാരണ കണ്ടുപിടിക്കുന്നത്? അതേ പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. സോ 5x പ്ലസ് 1/5x ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 5x മൈനസ് 1/5x ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 ആയിരിക്കും. അതായത് 64, 2 അല്ല പ്ലസ് 4 ആണല്ലോ. ഓക്കെ, that is 8 square 64 plus 4, that is equal to 68 ആണ്. So 5x plus 1/5x എന്ന് പറഞ്ഞാൽ root of 68. 68നെ നമുക്ക് 4 into 17 എടുക്കാം. So 2 root 17 ആയിരിക്കും ആൻസർ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 25x square. So എന്തായിരിക്കും? 2 root 17 multiplied with 8 ആയിരിക്കും. So ആൻസർ എന്ന് പറഞ്ഞാൽ 16 root 7 ആണ്. ഓപ്ഷൻ root 7 അല്ല, root 17. root 17 ആണ്. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഒരു സോളിഡ് പിരമിഡ്, അതിന്റെ ബേസ് എന്ന് പറയുന്നത് സ്ക്വയർ ഷേപ്ഡ് ആണ്. സ്ക്വയർ ഷേപ്ഡ് പിരമിഡ് ആണ്. അതിന്റെ ബേസ് 75 സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ഹൈറ്റ് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ലാറ്ററൽ സർഫസ് ഏരിയ. സോ ഒരു പിരമിഡിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 1/2 മൾട്ടിപ്ലൈഡ് വിത്ത് ബേസ് പെരിമീറ്റർ മൾട്ടിപ്ലൈഡ് വിത്ത് സ്ലാന്റ് ഹൈറ്റ്. പ്രത്യേകം ശ്രദ്ധിക്കണം, അത് ഹൈറ്റ് അല്ല, മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് സ്ലാന്റ് ഹൈറ്റ് ആണ്. കാരണം നമ്മൾ ഹൈറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ തെറ്റിപ്പോവും. സോ നമ്മൾ ഫിഗർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഫിഗർ വരുന്നത്? ഒരു സ്ക്വയർ, ഇതൊരു സ്ക്വയർ ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇങ്ങനെയാണ് ഒരു പിരമിഡ് വരുന്നത്, ഒരു പിരമിഡ്. അപ്പൊ ഇതിന്റെ സൈഡ്സ് ഒക്കെ നമ്മളോട് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് 75 ആണ്, ഹൈറ്റ് എന്ന് പറയുന്നത് 20 ആണ്. ഈ ഒരു ഹൈറ്റ് ഞാൻ 20 എന്ന് എടുക്കുക, ഇത് 20. നമുക്ക് വേണ്ടത് ഈ ഒരു സ്ലാന്റ് ഹൈറ്റ് ആണ്. ഈ ഒരു ഫേസ്, ഏതെങ്കിലും ഒരു ഫേസിലോട്ട് വരയ്ക്കുന്ന ഒരു സ്ലാന്റ് ഹൈറ്റ് ആണ്. സോ നമുക്കതൊന്ന് മാറ്റി വരയ്ക്കാം. എങ്ങനെ വരും ഫിഗർ? ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. സോ ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 20 ആണ് തന്നിട്ടുണ്ട്. ഈ സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 75 ആണ് സൈഡ്. സോ 75ന്റെ ഹാഫ് ആയിരിക്കും അതിന്റെ ആ സൈഡ് എന്ന് പറയുന്നത്. സോ ഇത് ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ്. സോ ഇത് L എന്ന് പറയുന്നത് എത്രയാണ്? സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്നത് √20 സ്ക്വയർ പ്ലസ് 75/2 ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. സോ എന്ന് പറഞ്ഞാൽ 400 പ്ലസ് 75ന്റെ സ്ക്വയർ 5625/4 ആയിരിക്കും. സോ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1600 ആഡ് ചെയ്യുക. അപ്പം 7225/4 ആയിരിക്കും. സോ ഇതിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 85/2 ആയിരിക്കും സ്ലാന്റ് ഹൈറ്റ്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ലാറ്ററൽ സർഫസ് ഏരിയ ആണ്. ഹാഫ് ഇൻറ്റു ബേസിന്റെ പെരിമീറ്റർ 4 മൾട്ടിപ്ലൈഡ് വിത്ത് 75 ഇൻറ്റു സ്ലാന്റ് ഹൈറ്റ് 85/2 ആണ്. സോ 2 ക്യാൻസൽ ആയി. 75 മൾട്ടിപ്ലൈഡ് വിത്ത് 85, 75 multiplied with 85, 35, 40, 75, 77, 7, 63. So 6375 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ആൻസർ. ഓപ്ഷൻ ഡി. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒന്നാമത്തെ പോയിന്റ്, ഇത് പ്രിസം അല്ല, പിരമിഡ് ആണ്.
ആ പോയിന്റ് ശ്രദ്ധിക്കണം. പിരമിഡിന്റെ കേസിൽ എപ്പോഴും ലാറ്ററൽ സർഫേസ് ഏരിയ എന്ന് പറയുന്നത് ബേസ് പെരിമീറ്റർ ഇൻറ്റു സ്ലാൻ ഹൈറ്റ് ആണ്. വെറും ഹൈറ്റ് അല്ല, സ്ലാൻ ഹൈറ്റ്. ആ പോയിന്റ് ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാം. ആ പോയിന്റ് മനസ്സിലാക്കാം. പിന്നെ നമ്മൾ സാധാരണ പോലെ വാല്യൂ, അപ്പോൾ നമ്മളിവിടെ 75ന്റെ സ്ക്വയർ പെട്ടെന്ന് എളുപ്പമാർഗ്ഗത്തിൽ കണ്ടുപിടിക്കാൻ ഓൾറെഡി ഞാൻ ഇതിന്റെ ഒരു ക്ലാസ് കാൽക്കുലേഷൻ ട്രിക്സിന്റെ ഒരു ക്ലാസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ 75ന്റെ സ്ക്വയർ ആണെങ്കിൽ ലാസ്റ്റ് 25 ആയിരിക്കും. പിന്നെ വരുന്ന 7 ഉണ്ടല്ലോ, ആ 7ഉം അതിന്റെ തൊട്ടടുത്ത കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള അടുത്ത നമ്പർ എന്ന് പറയുന്നത് 8. അപ്പോൾ 7 × 8 ആയിരിക്കും 56. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് 5ൽ അവസാനിക്കുന്ന നമ്പേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ നമുക്ക് പെട്ടെന്ന് എടുക്കാം. ഇപ്പോൾ നിങ്ങൾ 6 ഒരു 25 സ്ക്വയർ ആണ്, നമുക്കറിയാം 625 ആണ്. അപ്പോൾ 5 സ്ക്വയർ 25 ആണല്ലോ, 2 കഴിഞ്ഞിട്ട് 2 മൾട്ടിപ്ലൈഡ് വിത്ത് 3 6. സോ അങ്ങനെ ആയിരിക്കും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. സൈനയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോഡ് സ്ക്വയർ എ മൈനസ് കൊസീക് സ്ക്വയർ എ. നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണ്, ഒരു ഈക്വലായിട്ട് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കുന്നു, സൈനയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നു, കോസയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നു, കൊസീക് കണ്ടുപിടിക്കുന്നു, കോട്ട് കണ്ടുപിടിക്കുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പക്ഷെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ട്രിഗണോമെട്രിയിൽ ഓൾറെഡി 3 പ്രോപ്പർട്ടീസ് പഠിക്കുന്നുണ്ട്. സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഈസ് ഈക്വൽ ടു 1. 1 പ്ലസ് ടാൻ സ്ക്വയർ എ ഈസ് ഈക്വൽ ടു സീക് സ്ക്വയർ. 1 പ്ലസ് കോട്ട് സ്ക്വയർ ഈസ് ഈക്വൽ ടു കൊസീക് സ്ക്വയർ. ഓക്കെ, ഇതേ പ്രോപ്പർട്ടി നമ്മൾ റീഅറേഞ്ച് ചെയ്യുവാണെങ്കിൽ കോഡ് സ്ക്വയർ എ മൈനസ് കൊസീക് സ്ക്വയർ എ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, -1 കിട്ടും. സോ ഏതായിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന ഓപ്ഷൻ എ ആയിരിക്കും. സൈനയുടെ വാല്യൂ എടുത്ത് കോസ് എടുത്ത് കോട്ട് എടുത്ത് കൊസീക് എടുത്ത് ചെയ്താലും ആൻസർ കിട്ടും, കിട്ടായികയൊന്നുമില്ല. പക്ഷെ നമുക്ക് ഡയറക്റ്റ്ലി ആ ഒരു പ്രോപ്പർട്ടി അറിയാമെങ്കിൽ നമുക്ക് അത്രയും ടൈം എന്താണ് സേവ് ചെയ്യാൻ പറ്റും, വേറൊരു ക്വസ്റ്റിന് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. സോ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ ഇവിടെ. എയും ബിയും ഈച്ച് അതർ മൂവ് ചെയ്യാണ് എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞ പ്ലേസസിൽ നിന്നും സെയിം ടൈമിൽ. സ്പീഡ് ഓഫ് എ എന്ന് പറയുന്നത് A:B, സ്പീഡുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 6:5 ആണ്. അതായത് ബിയിനേക്കാളും 20% കൂടുതലാണ് എയുടെ സ്പീഡ് എന്ന് പറയുന്നത്. മീറ്റ് ചെയ്തതിനു ശേഷം എയും ബിയും എടുക്കുന്ന സമയം നമുക്ക് തന്നിട്ടുണ്ട്. ഒരാളുടെ സമയം 2.5 hours-ഉം ഒരാൾ x hours-ഉം. അങ്ങനെയാണ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് സ്പീഡ് ഓഫ് എ ബൈ സ്പീഡ് ഓഫ് ബി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ടൈം ടേക്കൺ ബൈ ബി ബൈ ടൈം ടേക്കൺ ബൈ എ. സോ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ഡയറക്ട്ലി. സ്പീഡ് ഓഫ് എ നമുക്കറിയാം 6/5 ഈസ് ഈക്വൽ ടു ബി എടുത്ത സമയം എക്സ് ആണ്, എ എടുക്കുന്ന സമയം 5/2, അതായത് 2x/5 ആണ്. സോ രണ്ടിടത്ത് സ്ക്വയർ ചെയ്യുമ്പോൾ 36/25 ഈസ് ഈക്വൽ ടു 2x/5 ആണ്. 5 കിട്ടും 18. 18/5 ആയിരിക്കും. 18/5 എന്ന് പറയുന്നത് 3 and 3/5. സോ ഏതായിരിക്കും ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ഒരു DI ക്വസ്റ്റ്യൻ ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വെനസ്ഡേയിലെ ഫീമെയിൽസ് വിസിറ്റ് ചെയ്തത്. വെനസ്ഡേയിലെ ഫീമെയിൽസ് എന്ന് പറയുന്നത് വെനസ്ഡേയിലെ ഫീമെയിൽസ്, അതായത് നോട്ട് ചെയ്യാം. 3:4 റേഷ്യോ ആണല്ലോ മെയിൽ ടു ഫീമെയിൽ. അപ്പോൾ 4/7 വെനസ്ഡേയിലെ ടോട്ടൽ 420 ആണ്. സോ എത്ര കിട്ടും, 240 കിട്ടും. നെക്സ്റ്റ് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഫീമെയിൽസ് വിസിറ്റഡ് ഇൻ മൺഡേ. സോ മൺഡേയിലെ ഫീമെയിൽസ് എടുക്കുക. മൺഡേയിൽ എത്ര പേരുണ്ട്, 5/12. മൺഡേയിൽ 480 ആണ്. സോ എത്ര കിട്ടും, 200 കിട്ടും. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വെനസ്ഡേയിലെ എത്രമാത്രം ഫീമെയിൽസ് ഉണ്ടോ അത് മൺഡേയിലെ ഫീമെയിൽസിനേക്കാളും എക്സീഡ് ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത് എക്സ് ആണ്. സോ അതിന്റെ അർത്ഥം എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 40 ആയിരിക്കും. സോ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എക്സ്, വാട്ട് ഇസ് എ പെർസെൻറ്റേജ്, അതായത് എക്സ് എന്ന് പറയുന്നത് 160യുടെ എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എന്തായിരിക്കും, 40/160 × 100 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 25% ആണ്. ഓപ്ഷൻ ഏതാണ്, എ ആയിരിക്കും കറക്റ്റ് ആൻസർ. A takes 15 days to complete the work. ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ A എടുക്കുന്നത് 15 days ആണ്. എഫിഷ്യൻസി ഓഫ് B and C എന്ന് പറയുന്നത് 2:3. B/C എന്ന് പറയുന്ന എഫിഷ്യൻസി 2:3. ഈ B and C വർക്ക് ചെയ്യുന്ന ടുഗദർ വർക്ക് ചെയ്യുന്നു. ടേക്ക് 12 days to complete it എന്ന് പറയുമ്പോൾ ടോട്ടൽ വർക്ക് എങ്ങനെയാണ്, ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ BSC എഫിഷ്യൻസി നമുക്കറിയാം 5 ആണ്. 2 + 3 5 ആണ്. 5 × 12 ദാറ്റ് ഈസ് 60 വർക്ക് ആണുള്ളത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ എ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എയുടെ എഫിഷ്യൻസി നമുക്ക് അറിയത്തില്ല. സോ എഫിഷ്യൻസി ഓഫ് എ എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് 60, 15 days എടുത്തു. സോ എഫിഷ്യൻസി എന്ന് പറയുന്നത് 4. നെക്സ്റ്റ് എ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ആദ്യമേ A + B ആണ് ആദ്യത്തെ ദിവസം. രണ്ടാമത്തെ ദിവസം ആയപ്പം പിന്നെ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ C ആണ് എയുടെ കൂടെ വരുന്നത്. സോ A + C 2 days-ൽ ഇത്രയായിരിക്കും വർക്ക് ചെയ്യുന്നത്. സോ A + B എന്ന് പറയുമ്പോൾ 4 + B എത്രയാണ്, 2. അപ്പോൾ 6 ആണ്. A + C എന്ന് പറയുമ്പോൾ A എത്രയാണ്, 4 ആണ്. C 3 ആണ്. സോ 7. സോ 12 days-ൽ മൊത്തം 13 വർക്കാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. 13 വർക്ക് അല്ലേ, 12 days 13 വർക്ക്. ഇനി ശ്രദ്ധിക്കുക, എത്ര വർക്കുണ്ട്, 60 വർക്കുണ്ട്. അപ്പോൾ 60 വരെ എത്തണമെങ്കിൽ
മേലോട്ട് എഴുതാം. 60 വരെ എത്തണമെങ്കിൽ 5 എടുത്താൽ പറ്റത്തില്ല. 4 എടുത്തു കഴിഞ്ഞാലോ, സോറി 12 days അല്ലല്ലോ, 2 days. ഓക്കെ, 2 ഡേയ്സിലെ വർക്കാണ് 30 എന്ന് പറയുന്നത്. സോ നമ്മൾ നോക്കുക 60 ആവണം എന്നുണ്ടെങ്കിൽ 5 4 എടുത്തു കഴിഞ്ഞാൽ 50. സോ 8 days ആകുമ്പോഴേക്കും 52 വർക്ക് കംപ്ലീറ്റ് ചെയ്യും. 60 വർക്ക് അല്ലേ കംപ്ലീറ്റ് ചെയ്യും. നെക്സ്റ്റ് A+B ആണ്. അപ്പോൾ 6 വർക്ക് കൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 58 വർക്ക് 9 ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്തു. 9 days ആണല്ലോ. സോ 9ന്റെ അടുത്തുള്ള വാല്യൂ ആയിരിക്കും. ഓപ്ഷനിൽ ബി മാത്രമേ ഉള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ റിമൈനിങ് വർക്ക് എത്രയാണ്? 2 വർക്കാണ്. ആ 2 വർക്ക് ഏത് എഫിഷ്യൻസിയിലാണ്? ആരാണ് ചെയ്യുന്നത്? A+C ആണ്. A+Cയുടെ നമ്മൾ എഫിഷ്യൻസി എടുത്ത 7 ആണ്. സോ 2/7 days ആയിരിക്കും ആൻസർ. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. 2100 രൂപയ്ക്ക് അനുപമ 10 പാക്കറ്റ് ഓഫ് ആൽമണ്ട്സ് മേടിച്ച് ₹100 ഈച്ച്. സോ അതിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര വരും? ₹1000 വരും. നെക്സ്റ്റ് പൾസസ് മേടിച്ചു, അതിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ₹600 വരും. നെക്സ്റ്റ് പാക്കറ്റ് നമുക്ക് അറിയില്ല, അതിനെ നമുക്ക് എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ 50x rupees എടുത്തു. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും 2100 എന്ന് പറയുന്നത്. സോ 50x എന്ന് പറയുന്നത് എന്താണ്? 2100 minus 1600, ദാറ്റ് ഈസ് ഈക്വൽ ടു 500. സോ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 10 കിട്ടും. നമ്മളോട് ചോദിച്ചിരിക്കുന്ന വേർഡ്സ് ആവറേജ് പ്രൈസ് പെർ ഐറ്റം എന്നാണ്. സോ ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്രയാണ്? 2100. ടോട്ടൽ എന്ന് പറയുമ്പോൾ 10 + 10 ആയിരിക്കും. ദാറ്റ് മീൻസ് 2100 divided by 30 is equal to 70. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഒരു പാർട്ണർഷിപ്പിൽ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് പാർവതി എന്ന് പറയുന്നത് 3/5 ടൈംസ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് പൂർണിമ. സോ പാർവതി ഈസ് ടു പൂർണിമ റേഷ്യോ എന്ന് പറയുന്നത് 3:5 ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രോഫിറ്റ് ഏൺഡ് ബൈ പാർവതി ആഫ്റ്റർ 1 year ഈസ് 8460. അതായത് 3 എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് 8460 ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കണ്ടുപിടിക്കേണ്ട 5 ആണ്. സോ ഇസ് ഈക്വൽ ടു എങ്ങനെ വരും? 8460 ഡിവൈഡ് ബൈ 3 മൾട്ടിപ്ലൈഡ് വിത്ത് 5 വരും. നമ്മൾ ക്യാൻസൽ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ 3 2s are 6, 3820. ദാറ്റ് ഈസ് 0 4 1 4 1 0 0 ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. If 17 multiplied with 16 multiplied with up to 1 is equal to 3 raised to x multiplied with y, where x and y are positive integers, then what is the value of 2x minus 5? അപ്പോൾ x ന്റെ വാല്യൂ നമുക്ക് കിട്ടിയാൽ മതി, y കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. സോ ഇതിപ്പോൾ നമുക്ക് 1 multiplied with 2 multiplied with എവിടെ വരെയാണ്? 17 ആണ്. ഇവിടെ ചിന്തിക്കുക, നമുക്ക് 3 raised to വരണമെങ്കിൽ 3യുടെ മൾട്ടിപ്ലൈ ആയിട്ട് ഇതിൽ വരുന്നത് ഏതൊക്കെയാണ്? 3 ഉണ്ട്, 6 ഉണ്ട്, 9 ഉണ്ട്, 12 ഉണ്ട്, 15 ഉണ്ട്. 18 ഉണ്ടോ? 18 വരത്തില്ല. സോ ഇതിനെ നമ്മൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്താൽ 3 × 3 മൾട്ടിപ്ലൈഡ് വിത്ത് 2 3 സ്ക്വയർ, 3 മൾട്ടിപ്ലൈഡ് വിത്ത് 2 സ്ക്വയർ 4 3 × 5 വരും. സോ എത്ര 3 വരും? 1 2 3 4 5 1 2 ഇവിടെ 2 എണ്ണം ഉണ്ട്, അപ്പം 4 5 6. സോ 3 raised to 6 മൾട്ടിപ്ലൈഡ് വിത്ത് ഒരു വാല്യൂ ആയിരിക്കും. ആ വാല്യൂ എത്രയായാലും നമുക്ക് പ്രശ്നമില്ല, കാരണം നമ്മളോട് വൈയുടെ വാല്യൂ ചോദിച്ചിട്ടില്ല. സോ ഹിയർ x ഈക്വൽ ടു എത്ര വരും? 6 വരും. ഓക്കെ, സോ 2 മൾട്ടിപ്ലൈഡ്, സോ 2x minus 5 is equal to 2 multiplied 6 12 minus 5, that is equal to 7 ആയിരിക്കും. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആയിരിക്കും. രണ്ട് ട്രെയിനിന്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. അവർ പാരലൽ റൺ ചെയ്യുന്ന സെയിം ഡയറക്ഷൻ ആണ്. സ്പീഡ് തന്നിട്ടുണ്ട്. ടൈം ടേക്കൺ ചെയ്ത് 9 seconds ആണ്. സോ 99. വാട്ട്സ് ദ വാല്യൂ ഓഫ് എക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. എക്സ് എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഓഫ് ട്രെയിനിൻ്റെ അകത്ത് തന്നിരിക്കുന്നതാണ് എക്സ് എന്ന് പറയുന്നത്. സോ 99 എന്ന് പറയുന്നത് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആഡ് ചെയ്യുക. സോ 5x + 20 വരും. സ്പീഡ് എങ്ങനെയാണ്? റിലേറ്റീവ് സ്പീഡ് ആയിരിക്കും എടുക്കുന്നത്. സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഡിഫറൻസ് ആയിരിക്കും. സോ 10 km/h ആണ്. അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? 5/18 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കാരണം എന്ന് പറഞ്ഞാൽ മറ്റേ 99 seconds മീറ്ററുമാണ്. സോ നമുക്ക് വേണ്ടതും അതിൽ തന്നെയാണ്. സോ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നു. 9 വെച്ച് ചെയ്യുമ്പോൾ 2 11, നെക്സ്റ്റ് 2 5. സോ ഇത് ഒരു സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ എങ്ങനെ വരും? 5x + 20 എന്ന് പറയുന്നത് 25 275 വരും. സോ x ഈക്വൽ ടു 255/5 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 50. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. വാട്ട് ഇസ് ദ സം ഓഫ് ദ നമ്പേഴ്സ് ബിറ്റ്വീൻ 1 to 800 ഡിവിസിബിൾ ബൈ 9? സോ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 9 ആയിരിക്കും. ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഏതായിരിക്കും? 800-നുള്ളിൽ ബിറ്റ്വീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 800-നെ ഒരു 9 വെച്ച് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക.
72, 80, 72, 972. സോ 8 മൈനസ് ചെയ്യുമ്പോൾ ലാസ്റ്റ് നമ്പർ നമുക്ക് എത്ര കിട്ടും? 792 കിട്ടും. 8 കൊണ്ട് 9 കൊണ്ട് ഡിവിസിബിൾ. അപ്പോൾ അത് കിട്ടി. സോ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 ആയിരിക്കും. സോ ഇത് എത്ര വരും? 3 വരും. 3 8 1 by 9 plus 1 വരും. 7 plus 1 that is 88 വരും നമ്പർ ഓഫ് ടേംസ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സം ആണ്. സം ഈസ് ഈക്വൽ ടു n by 2 into first term plus last term, that is 44 multiplied with 927 801. അതല്ലെന്നുണ്ടെങ്കിൽ 4 multiplied with 80 multiplied with 11 is equal to 4 0 4 8s are 32 multiplied with 11. 4 4 2 5 3 ആയിരിക്കും ആൻസർ. സോ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഒരു ഷോപ്പ് കീപ്പർ ഓയിൽ സെല്ല് ചെയ്യുന്ന പ്രൈസ് 52 ആണ്, പർച്ചേസ് ചെയ്തത് 30 ആണ് കോസ്റ്റ് പ്രൈസ്. വെയിങ് മെഷീൻസിൽ ഫോൾട്ടി ആയതുകൊണ്ട് മെഷീൻ 1000 ഗ്രാമിന് പകരം 910 ഗ്രാം വെയിറ്റ് ചെയ്യുന്നുള്ളൂ സോൾഡ് ചെയ്യുമ്പോൾ. പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്. സോ അതെന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 52 ആണ്, മേടിച്ചത് 30 രൂപയ്ക്കാണ്. അതുപോലെ തന്നെ 1000 ഗ്രാം എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സാധനം, അല്ലെ 1000 രൂപയുടെ സാധനം 910 രൂപയ്ക്കാണ്, അല്ലെങ്കിൽ 910 ഗ്രാം ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0 0 വരും. അതായത് 520 by 3 into 91 എന്ന് വരും. 520 by 273 വരും. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് അല്ലേ. സോ ഇത് എത്ര വരും? 78432 by 273 multiplied with 100 വരും. ഇത് റൗണ്ട് ഓഫ് 2 ഡെസിമൽ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 24700 ഡിവൈഡഡ് ബൈ 273 വരുമ്പോൾ 8 വരുമ്പോൾ 7 2 5 6 ഓക്കെ 361. സോ ഇവിടെ 90 0 വരും, വീണ്ടും വരും 4 വരും, 4 3s are 12, 9 2 വരും 8 10 208 വരും. സോ 90 പോയിന്റ് സംതിങ് ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ഏതാണ്? 90.4 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഓപ്ഷൻ ബി ആയിരിക്കും. 90.5% അപ്രോക്സിമേറ്റ്ലി. ജോമെട്രി ക്വസ്റ്റ്യൻ ആണ്. ഓ സെന്റർ ആണ്, ആംഗിൾ പി ഒ ക്യു 54 തന്നിട്ടുണ്ട്, ആംഗിൾ പി ആർ ക്യു തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ആംഗിൾ പി ടി ക്യു എന്ന് പറയുന്നത് 54ന്റെ ഹാഫ് ആയിരിക്കും. അറിയാലോ, സെന്റർ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ എപ്പോഴും എന്തായിരിക്കും? ഓപ്പോസിറ്റ് സെഗ്മെന്റ് ഉണ്ടാക്കുന്ന ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും നമുക്കറിയാം. സോ അത് കഴിയുമ്പോൾ ആംഗിൾ പി ആർ ക്യു എന്ന് പറയുമ്പോൾ 180 മൈനസ് 27 ആയിരിക്കും, 153 ഡിഗ്രി ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇനി അതല്ലാതെ ചെയ്യാൻ പറ്റുന്ന ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ, വലിയ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഫുള്ള് 360 ആണ്. 360 മൈനസ് ചെയ്യും 54, അതിന്റെ നേരെ ഹാഫ് എന്തായിരിക്കും? പി ആർ ക്യു ആയിരിക്കും. അങ്ങനെ എടുക്കാം. ട്രയാങ്കിൾ എ ബി സി, അതിലെ ആംഗിൾ ബി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. സോ ഇത് ആംഗിൾ ബി ആണ്, എ ബി സി ആണ്. എ ബി എന്ന് പറയുന്നത് √21, എ സി മൈനസ് ബി സി എന്ന് പറയുന്നത്. അപ്പൊ എ സി ഇത് ബി സി എക്സ് ആണെങ്കിൽ ഇത് എക്സ് പ്ലസ് 1 ആണ്. നമുക്ക് പൈതഗോറിയൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 21 ആണ്. ദാറ്റ് ഈസ് 2x ഈക്വൽ ടു 20, എക്സ് ഈക്വൽ ടു 10 കിട്ടും. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സൈൻ സി ആണ്. സൈൻ സി എന്ന് പറയുന്നത് √21 ബൈ എക്സ് പ്ലസ് 1 ആണ്. ദാറ്റ് ഈസ് √21 ബൈ 11 ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ഒരു സിംപ്ലിഫൈഡ് വാല്യൂ കണ്ടുപിടിക്കണം. 2 സൈൻ സ്ക്വയർ എ മൈനസ് 1 ബൈ കോസ് എ മൈനസ് സൈൻ എ പ്ലസ് സൈൻ എ. സോ അതിൽ നമ്മൾ മേളിലുള്ളതിന് സൈൻ സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എ മൈനസ് 1 ബൈ കോസ് എ മൈനസ് സൈൻ എ പ്ലസ് സൈൻ എ എന്ന് കൊടുക്കുക. സോ അതിൽ നമുക്ക് ലഭിക്കും സൈൻ സ്ക്വയർ എ മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് കോസ് സ്ക്വയർ എ, അതായത് സൈൻ സ്ക്വയർ എ മൈനസ് കോസ് സ്ക്വയർ എ ആണല്ലോ, കാരണം സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ എന്ന് പറയുന്നത് 1 ആണ്. സോ നമ്മൾ എങ്ങനെ എഴുതി? പ്ലസ് സൈൻ എ.
നെക്സ്റ്റ് സ്റ്റെപ്പിൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും? സൈൻ എ മൈനസ് കോസ് എ ഇൻറ്റു സൈൻ എ പ്ലസ് കോസ് എ ബൈ കോസ് എ മൈനസ് സൈൻ എ പ്ലസ് എന്ത് ചെയ്യും? പ്ലസ് സൈൻ എ വരും. സോ മേളിലും താഴെയും സെയിം ടൈം ആണ്, പക്ഷെ ഒരു മൈനസിന്റെ ഡിഫറൻസേ ഉള്ളൂ അല്ലേ? സോ നമ്മളൊരു മൈനസ് പുറത്തെടുത്തു കഴിഞ്ഞാൽ ഈ മേളത്തെ സൈൻ എന്നുള്ളത് എന്താണ്? കോസ് എ മൈനസ് സൈൻ എ. സോ അത് നമ്മൾ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. അവിടെ നെഗറ്റീവ് വരും. സോ മൈനസ് സൈൻ എ മൈനസ് കോസ് എ പ്ലസ് സൈൻ എ ഇസ് ഈക്വൽ ടു ആൻസർ എത്ര വരും? മൈനസ് കോസ് എ ആയിരിക്കും ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇൻട്രസ്റ്റ് ഹാഫ് ഇയർലി കോമ്പൗണ്ട് ചെയ്യുമ്പോൾ ഫൈൻഡ് ദ കോമൺ ഇൻട്രസ്റ്റ് ഓൺ ₹50,000 ആൻഡ് 16%. അതായത് 50,000 റുപ്പീസിന്റെ ഹാഫ് ഇയർലി ആവുമ്പോൾ എത്ര ശതമാനമായി? 8/100. ഒരു വർഷം എത്ര ഹാഫ് ഇയർലി വരും? 2 ഹാഫ് ഇയർലി വരും. സോ ഇത് നമ്മൾ ചെയ്യുമ്പോൾ എത്ര വരും? 4,000 വരും. ഇവിടെയാണെങ്കിൽ 4,000 വരും. സോ ഇതിന്റെ 8/100 എന്ന് പറയുമ്പോൾ 320 വരും. സോ നമുക്ക് അതിൻ്റെ അകത്ത് എത്ര കിട്ടും? കോമൺ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 8,000 plus 320, that is 8,330 rupees. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം പ്രിൻസിപ്പൾ 50,000 ആണ്. സോ 2 വർഷം അത് ഹാഫ് ഇയർലി ആണല്ലോ. സോ അത് വരുമ്പോൾ 8/100 1 plus 8/100 multiplied with 1 plus 8/100. സോ ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഇതിന്റെ എമൗണ്ട് കിട്ടും. എമൗണ്ട് ആണ് കിട്ടുന്നത്. സോ അത് നമ്മൾ പ്രിൻസിപ്പിളിൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ആംഗിൾ എ ബി സി തന്നിരിക്കുന്നു. ആംഗിൾ എയുടെയും ബിയുടെയും വാല്യൂ കൊടുത്തിട്ടുണ്ട്. ആംഗിൾ ഡി 90 ആണ്. ഡി എന്ന് പറയുന്നത് ബി സി എന്ന് പറയുന്ന ലൈനിലോട്ടുള്ള ഒരു പോയിന്റ് ആണ് ഡി എന്ന് പറയുന്നത്. സോ അതെങ്ങനെ വരും? ഫിഗർ ഇതായിരിക്കും. ഇതിൽ ഡി ഇതാണ്, ഇത് ബി ആണ്, സി എ എന്ന് പറയുന്നത് ഇത് 90 ഡിഗ്രി ആണ്. സോ ഓക്കെ. ഇനി ആംഗിൾ എ എന്ന് പറയുന്നത് 60 ആണ്. സോ ഇത് 30 ആയി. ആംഗിൾ ബി എന്ന് പറയുന്നത് ഇത് 60 ആണ്, ഇതും 30 ആയിരിക്കും. നമ്മൾ ഡി ബിയുടെ വാല്യൂ 2 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ഡിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ടാൻ 60 എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ഡി ബൈ 2 ആയിരിക്കും. ഇസ് ഇംപ്ലൈസ് എ ഡി എന്ന് പറയുന്നത് √3 മൾട്ടിപ്ലൈഡ് വിത്ത് 2 അല്ലെങ്കിൽ 2√3 സെന്റിമീറ്റർ ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. സം ഓഫ് ദ മാർബിൾസ് ഇൻ ജാർ എ ആൻഡ് ബി 2,400 ആണ്. റേഷ്യോ വന്നിട്ട് 9:11. സോ എയിൽ എത്ര എണ്ണമുണ്ട്? ബിയിൽ എത്ര എണ്ണമുണ്ട്? അതായത് 20 എന്ന് പറയുന്നത് 2,400 ആണ്. സോ 1 എന്ന് പറയുന്നത് 120 ആയിരിക്കും. സോ ഇത് 1080 വരും. 120 അല്ലേ? 120 വരുമ്പോൾ 1320 വരും. ഇതാണ് ആദ്യം ഉള്ളത്. അതിനുശേഷം ഇതിൽ നിന്ന് എത്ര മാർബിൾസ് പുറത്തെടുത്തു കഴിഞ്ഞാൽ റേഷ്യോ 2:5 അതായത് 1080 മൈനസ് എക്സ് ബൈ 1320 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 2/5 ആയിരിക്കും. 5 8s are 4, 5 minus 5x equal to 2640 minus 2x. So 06732 is equal to 3x ആണ്. x എന്ന് പറഞ്ഞാൽ എത്ര വരും? 920 ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. മാർക്ക്ഡ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് പി ആണ്. 2 ഡിഫറെന്റ് ഷോപ്സിൽ. ഷോപ്പ് എ 50% ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നു. ഷോപ്പ് ബി ആണെങ്കിൽ സക്സസീവ് ഡിസ്കൗണ്ട് 40% ആൻഡ് 10%. സോ വാല്യൂ ഓഫ് പി കണ്ടുപിടിക്കണം. ഡിഫറൻസ് ഓഫ് ദി ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 400 ആണ്. സോ ഞാൻ ലെറ്റ് മാർക്ക്ഡ് പ്രൈസിന് 100 rupees എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഷോപ്പ് എയുടെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 50 rupees ആണ്. ഷോപ്പ് ബി ആണെങ്കിലോ? ഷോപ്പ് ബി ആണെങ്കിൽ ഡിസ്കൗണ്ട് ആണല്ലോ. അപ്പോൾ രണ്ടും നമ്മൾ എന്ത് സക്സസീവ് ഡിസ്കൗണ്ട് എടുക്കുക. എത്ര വരും? -50 പ്ലസ് 4 വരുമ്പോൾ -46 അല്ലേ? 46. അപ്പോൾ അതായിരിക്കും ഡിസ്കൗണ്ട് എന്ന്. സോ ഇവിടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 എന്ന് പറയുന്നതാണ് 400 തന്നിരിക്കുന്നത്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാർക്ക്ഡ് പ്രൈസ് ആണ്. സോ 400/4 മൾട്ടിപ്ലൈഡ് വിത്ത് 100 ആയിരിക്കും ഇസ് ഈക്വൽ ടു 10000 rupees ആയിരിക്കും മാർക്ക്ഡ് പ്രൈസ്. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. അവർ ഡിഫറെന്റ് കോഡിംഗ് ലാംഗ്വേജസ് പഠിക്കുകയാണ്. 11% പേര് ജാവ പഠിക്കുന്നു. C++ പഠിക്കുന്നത് 26%. 16% ആൾക്കാർ പൈത്തൺ പഠിക്കുന്നു. 15% ആൾക്കാർ PHP പഠിക്കുന്നു. 96 സ്റ്റുഡൻസ് ഒരു ലാംഗ്വേജും പഠിക്കുന്നില്ല. സോ ടോട്ടൽ പഠിക്കുന്നവർ എത്രയായിരിക്കും? 68. സോ 68 പേരും എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നവരായിരിക്കും, ഏതെങ്കിലും ലാംഗ്വേജ്. ബാലൻസ് എത്രയാണ്?
32 ആണ്. അപ്പം ഈ 32 എന്ന് പറയുന്നതായിരിക്കും 96 എന്ന് പറയുന്നത്. സോ ഫുൾ എത്രയായിരിക്കും? 96/32 മൾട്ടിപ്ലൈഡ് വിത്ത് 100 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 300 സ്റ്റുഡൻസ് ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. സോ ഇത്രയാണ് ഈ ഒരു വീക്കിലെ ലൈവ് മോക്കിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.